ക്രിസ്തു ലോർഡ് ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി ഒരു വാക്യം ഇവിടെ വായിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 2:3 വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിന്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. യഹൂദന്മാരുടെ ആചാരപ്രകാരം വിവാഹ വീട്ടിൽ വളരെ മുഖ്യമായത് വീഞ്ഞാകുന്നു. ഇത് വിരുന്ന് സന്തോഷത്തിനായി വിളമ്പുന്നു. എന്നാൽ വിരുന്നിൽ വീഞ്ഞ് പോരാതെ വന്നാൽ മണവാളനെ അപമാനം തന്നെ. ജനങ്ങൾ പിറുപിറുക്കും, വിവാഹത്തെപ്പറ്റി മോശമായി സംസാരിക്കും. ആ വിവാഹ വീട്ടിൽ ആദ്യമായി വീഞ്ഞ് പോരാതെ വന്നു, പിന്നീട് ഇല്ല എന്ന അവസ്ഥയുണ്ടായി. എന്നാൽ യേശു അവിടെ ഉണ്ടായിരുന്നതിനാൽ ഇല്ല എന്ന അവസ്ഥയിൽ നിന്നും സമൃദ്ധിയിലേക്ക് വന്നു. പാത്രങ്ങൾ നിറഞ്ഞൊഴുകി, വിരുന്നുകാരുടെ ഹൃദയം ആനന്ദിച്ചു. വീഞ്ഞ് എന്നത് ആത്മീയ സന്തോഷത്തെയും സമാധാനത്തെയും സൂചിപ്പിക്കുന്നു. എന്തു കുറഞ്ഞു പോയാലും ആത്മീയ സന്തോഷം കുറഞ്ഞു പോകരുതേ. കാനാവിലെ കല്യാണ വീട്ടിൽ ആ മണവാളൻ വിരുന്നിനായി വീഞ്ഞു നൽകിയിരുന്നു. അത് അതിവേഗം തീർന്നു, മതിയായ അളവിൽ ഉണ്ടായിരുന്നില്ല. ലോകം നൽകുന്ന സന്തോഷം അതിവേഗം ഇല്ലാതാകും. എന്നാൽ യേശു നൽകുന്ന സന്തോഷം എത്ര തികഞ്ഞതാകുന്നു. കാനാവിലെ കല്യാണ വീട്ടിൽ അനേക പാത്രങ്ങൾ ഉണ്ടായിരുന്നേക്കാം. പാചകമുറിയിലുള്ള പാത്രങ്ങൾ ചെറുതും വലുതുമായി ഉണ്ടായിരിക്കാം. എന്നാൽ എല്ലാ പാത്രങ്ങളിലും വെച്ച് വലിയ പാത്രം നിസ്സാരമായി കരുതപ്പെട്ട ശുചീകരണ പാത്രമായ കൽപാത്രങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ആ പാത്രത്തെ കർത്താവ് വീഞ്ഞുകൊണ്ട് നിറഞ്ഞൊഴുകും വിധം ചെയ്തു. ആ വീഞ്ഞു കുടിച്ചവർ ആദ്യത്തെ വീഞ്ഞിനേക്കാൾ സന്തോഷിച്ചു. അത് നല്ല മധുരമുള്ളതും രുചിയുള്ളതുമായിരുന്നു. ഇത് നിങ്ങൾ നിസ്സാരമായ ഒരു പാത്രം പോലെ കാണപ്പെട്ടേക്കാം. ഹല്ലേലൂയ. അതെ, ആ കൽപാത്രങ്ങൾ, പുറത്ത് തള്ളപ്പെട്ട കൽപാത്രങ്ങൾ കഴുകി അകത്തു വന്നതുപോലെ അതിന് എത്ര മാന്യത ലഭിച്ചു. ഇപ്പോൾ അകത്തു വന്നിരിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ ഞാനും നീയും ഒരു നാൾ അകത്ത് പുറന്തള്ളപ്പെട്ടവരായി കാണപ്പെട്ടിരുന്നു. എന്നാൽ കർത്താവിന്റെ സ്നേഹത്താൽ അവൻ നമ്മെ മാർവോട് ചേർത്തണച്ചു. ഹല്ലേലൂയ. പ്രിയരെ, അവൻ എത്ര നല്ലവൻ. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ പറഞ്ഞേക്കാം, സന്തോഷമില്ലല്ലോ, ആനന്ദമില്ലല്ലോ എന്ന് പറഞ്ഞേക്കാം. എന്നാൽ കർത്താവ് നിങ്ങളെ തന്റെ ആനന്ദത്തിന്റെ പാത്രമായി തിരഞ്ഞെടുത്തിരിക്കുന്നു. അന്ന് കാനാവിലെ കല്യാണ വീട്ടിൽ വീഞ്ഞ് ഇല്ലാതായപ്പോൾ കർത്താവ് അവിടെ ഉണ്ടായിരുന്നതിനാൽ ആ പോരായ്മ നികത്തി. ഇന്ന് നിന്റെ ഏത് പ്രശ്നത്തിനും യേശു മതിയായവൻ. അവൻ നിന്റെ ഭവനത്തിൽ ഉണ്ടെങ്കിൽ ഒന്നിനും കുറവ് നിനക്ക് ഉണ്ടാകുകയില്ല. അസാധ്യമായ കാര്യത്തെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കുക. യേശുവിന് അസാധ്യമായത് ഒന്നും തന്നെയില്ല. എന്നാൽ യേശുവിന്റെ സാന്നിധ്യം നിന്റെ ഭവനത്തിൽ ഉണ്ടായിരിക്കണം. ഭാരപ്പെടുത്തുന്ന വിഷയത്തിന്റെ മേൽ അത് എന്തായിരുന്നാലും ശരി, ദൈവത്തിന്റെ കരങ്ങളിൽ ഭരമേൽപ്പിക്കുക. നിങ്ങൾക്ക് സമാധാനം ലഭിക്കും. ഹല്ലേലൂയ. ഗോഡ് ബ്ലസ് യു.